അടുത്ത മെസ്സേജാണ് ഈ ടെസ്റ്റ് നടത്തിയിട്ട്, അതായത് അലർജി ടെസ്റ്റ് ചെയ്തിട്ട് ഇമ്മ്യൂണോതെറാപ്പി എന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പല ഡോക്ടർമാർ വീഡിയോ ഇടാറുണ്ട്. ഇത് ശരിയാണോ? ഡോക്ടർ ഇമ്മ്യൂണോതെറാപ്പി ചെയ്താൽ അലർജി, ആസ്മ എന്നിവ മാറുമോ? പ്ലീസ് റിപ്ലൈ. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസ്മയ്ക്ക് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് മെയിൻ റീസണാണ് അലർജി എന്ന് പറയുന്നത്. അപ്പോൾ അലർജി ഉണ്ടെങ്കിൽ അത് നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്തിട്ട് ഒരു അലർജി ഒരു കാരണമുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുകയാണെങ്കിൽ അത് സഹായം ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം ഈ ആസ്മ അല്ലെങ്കിൽ വീസിങ്ങിന് പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ അത് ചില ആൾക്കാരിൽ അത് ഈ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ കൊണ്ടാകാം, ചിലവർക്ക് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടാകാം. അപ്പോൾ എന്താണ് മെയിൻ കാരണമെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ അതിൽ അലർജി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇമ്മ്യൂണോതെറാപ്പി ചെയ്താൽ അത് ഹെൽപ്ഫുൾ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇമ്മ്യൂണോതെറാപ്പി ബാക്കി നമ്മൾ അലർജിയുടെ മരുന്ന് എടുക്കുന്ന പോലെ പെട്ടെന്നൊരു എഫക്റ്റ് വരുന്ന സാധനമല്ല. മിനിമം 3 തൊട്ട് 5 കൊല്ലം വരെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു തുടങ്ങുമ്പോൾ ആദ്യമൊന്നും പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഫീൽ ചെയ്യത്തില്ല. ചില ആൾക്കാർക്ക് 1 വർഷം, ചിലർക്ക് 1.5 വർഷത്തിന് ശേഷമാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അത് നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 to 5 years ആയിരിക്കും അതിൻ്റെ ഏറ്റവും നല്ലൊരു ഡ്യൂറേഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്.